രമേശ് ചെന്നിത്തല അപ്രസക്തനായി പോയോ? രമേശിന് അപ്പോൾ അവർക്ക് രമേശിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു, എനിക്കറിയാം. അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ സതീശനെക്കാട്ടും ക്ലോസ് ആണ്. സതീശൻ കുറച്ചും കൂടി ഒരു ധാർഷ്ട്യമൊക്കെ ഉള്ള ഒരാൾ, നേതാവാണ്. മാത്രമല്ല പിണറായിക്ക് ഉണ്ടായിരുന്ന പോലെ കാപ്പ് വെച്ച് സതീശൻ നെസസറി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് രമേശ് ചെന്നിത്തല തുടരുന്നതാണ് നല്ലത് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അഭിപ്രായം ഇത് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ അങ്ങനെ മാനസപുത്രനൊന്നുമല്ല, എനിക്കറിയാം. അതായത് താക്കോൽ സ്ഥാനം രമേശ് അത് അന്നെ തെറ്റിയല്ലോ. രമേശിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ലീഡറാണ് രമേശിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സമയത്ത് എന്തെങ്കിലും ലീഡറിനെ തള്ളിപ്പോകും. അതുപോലെ പിന്നെ NSS ആയിരുന്നു രമേശിൻ്റെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട്. സ്വാഭാവികമായി ആ പ്രദേശത്ത് വരുന്നു, ആ കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷേ ആ സാറ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി രമേശിന് വേണ്ടി സംസാരിച്ചപ്പോൾ പിറ്റേ രമേശ് തള്ളിപ്പറന്നു. ഒരു രാവ് ഇരുട്ടി വിളിക്കുന്ന രമേശ് തള്ളിപ്പോന്നു. അറിയാമെന്ന് നിങ്ങൾ അതിൻ്റെ ന്യൂആൻസസ് കണ്ടിട്ടില്ല. അപ്പോൾ ആരായി കുറ്റക്കാരൻ? NSS സുമാനാനും വർഗീയവാദി. ഈ അദ്ദേഹം മാന്യനുമായി. സംഭവം എന്താണ്? ഇവിടെ ഏറ്റവും സെക്കുലർ ആയിട്ടുള്ള സമുദായ സംഘടന NSS ആണ്. അത് നിങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ മതി. അവർക്ക് എന്താ, ഹൈന്ദവ സമുദായം നിങ്ങൾ പറയുന്നത് സവർണരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയല്ലേ? അവർക്ക് BJPൻ്റെ കൂടെ നിന്നാൽ എന്താ പ്രശ്നം? അന്ന് വെള്ളാപ്പള്ളി സാറ് വിളിച്ചപ്പോൾ കൂടെ നിന്നാൽ പോരായിരുന്നു. അതിന് മാത്രമല്ല എന്ന് കൂടെ ഇല്ലായിരുന്നുള്ളൂ. കേരളത്തിൽ ഈ പറയുന്നത് പോലെ NSS ആണ് നിങ്ങൾ ഈ പറയുന്നത് സോക്കോൾ സെക്കുലറിസത്തിൻ്റെ ഒരു കാവലാളെന്ന് പറയുന്നത്.